ജ്യോതിർ ഘോഷ്, ഇവിടെ ഇപ്പോൾ CPIM പാർട്ടി അവരുടെ ഈ സംഘടനാ യോഗങ്ങൾ നടത്തി അതിൽ നിന്ന് എത്തുന്ന ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പൊതുജന സമക്ഷം ഉണ്ട്. അപ്പൊ അതിൽ തന്നെ പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമായി പോയി പ്രചാരണം, പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണം എന്നുള്ളത് എതിരാളികൾക്ക് ആയുധം കൊടുക്കലായി എന്ന് CPM സമ്മതിക്കുന്നു. രണ്ട് പാർട്ടിയും ഗവൺമെന്റും തമ്മിലുള്ള ഏകോപനം മുൻകാലങ്ങളിൽ അതിന് സംവിധാനം ഉണ്ടായിരുന്നു, പക്ഷേ ഈ കുറി ഉണ്ടായില്ല. കഴിഞ്ഞ 10 വർഷവും പാർട്ടിക്ക് ഭരണത്തെ തിരുത്താൻ കഴിഞ്ഞില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, നെപ്പോട്ടിസം അടക്കമുള്ള കാര്യങ്ങൾ, ഒരു വിഭാഗം സഖാക്കൾ ആഡംബര ഭ്രമത്തിൽ അമർന്നു പോയത് തൊട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ കണ്ണൂരിൽ സ്പെസിഫിക് ആയി സംഭവിച്ചത് അടക്കം എടുത്തു പറയുന്നു. അപ്പോൾ ഇത്രയെല്ലാം കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് വന്ന എല്ലാ വിമർശനങ്ങളും തന്നെയും CPM അംഗീകരിക്കുന്നു, അവരുടെ വിലയിരുത്തലായി നമ്മളോട് തന്നെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടവർ ഒന്ന് പിണറായി വിജയനും രണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുമാണല്ലോ. അവരവരുടെ പൊസിഷനിൽ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ല, പക്ഷേ പാർലമെന്ററി പാർട്ടി ലീഡറാണ്. MV ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി, സംസ്ഥാന സെക്രട്ടറിയായി തുടരുകയുമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റിയെന്ന് ഏറ്റുപറച്ചിലിന് അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് ജനങ്ങൾ വിചാരിക്കണോ? ഇതിനകത്ത് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഒരു ഈ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ ബോധ്യപ്പെട്ട കാര്യങ്ങൾ വളരെയധികം ചർച്ചയ്ക്ക് ശേഷം ഈ പറഞ്ഞതുപോലെ സാങ്കേതികമായിട്ട് താഴെ നിന്ന് മുകളിലേക്കും പിന്നെ മുകളിൽ നിന്ന് താഴേക്കും പിന്നെ മറിച്ചും പിന്നെ കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ പോയി ഇപ്പം അതിൻ്റെ റിവ്യൂ കമ്മിറ്റി ആ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇതെല്ലാം ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ തന്നെ നമ്മൾ വളരെ സ്ഥിരമായി ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളാണ്. അതിനകത്ത് പുതുതായിട്ടൊന്നുമില്ല. എന്നിട്ട് ഇപ്പം ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇതിൻ്റെ ഒരു സാങ്കേതികമായിട്ട് ഈ റിപ്പോർട്ടിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ChatGPT അതല്ലെങ്കിൽ ഗ്രോക്കോ ക്ലൗഡ് AI പോലുള്ള ഏതെങ്കിലും ഒരു AI മോഡൽ ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് ഈ റിപ്പോർട്ടിലെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഭാഗങ്ങൾ എടുത്ത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിമിഷ നേരം കൊണ്ട് എടുത്ത് കാണിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയുന്നു ഈ പ്രചാരണത്തിൽ വന്ന വേണ്ടത്ര ശുഷ്കാന്തി ഇല്ലാതെ നമ്മളുടെ പോളിസീസും നമ്മുടെ നയങ്ങളും വികസനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പറയുന്നു പാർട്ടിയും പിന്നെ ഗവൺമെൻറ്റും തമ്മിലുള്ള അകലം വർദ്ധിച്ചു. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇപ്പം വെള്ളാപ്പള്ളിയുടെ ആണെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ അതിനെ ശക്തമായിട്ട് ഇത് പിന്നെ വിമർശിക്കാൻ കഴിഞ്ഞില്ല. എല്ലായിടത്തും ഇങ്ങനെ വളഞ്ഞ് ഈ രണ്ട് ഭാഗത്തും തൊട്ട് ഇങ്ങനെ പോകുന്ന വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൻ്റെ സ്വാധീനം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യമാണ് ഈ റിപ്പോർട്ടിൽ തുടക്കം മുതൽ അവസാനം വരെ എടുത്തു നോക്കിയാൽ കാണുന്നത്. പിന്നെ അവസാനം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് പിണറായി വിജയൻ്റെ മാത്രം എന്ന് വെച്ചാൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് പിണറായി വിജയനെ പറയുന്ന അഭിപ്രായത്തിന് അപ്പുറത്തേക്ക് ഒരു അഭിപ്രായത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിണറായി വിജയൻ്റെയും അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെയും നേതൃത്വത്തിന് പറ്റിയ പരാജയമാണ്, അത് ഏറ്റെടുക്കണം എന്നാണ് പറഞ്ഞത്. ഷുഡ് ഓൺ എന്നാണ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞേക്കുന്നത്, കേന്ദ്ര കമ്മിറ്റി പറഞ്ഞേക്കുന്നത്. അത് ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എടുത്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അത് ഇനി അവരുടെ പിന്നെ ഈ പാർട്ടിക്കകത്ത് മാത്രം അത് സമ്മതിച്ചാൽ മതിയോ എന്നറിയില്ല. അപ്പോൾ ഈ രീതിയിൽ പിന്നെ ഈ റിപ്പോർട്ടിനകത്ത് വേറൊരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിയോ ലിബറൽ നയങ്ങളെക്കുറിച്ചിട്ടുള്ള വിശദീകരണം പരാജയപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പന്നരായ ആൾക്കാരെ വിളിച്ചിട്ട് ചോദിക്കുക, ഒരു 10 പേരെ വിളിച്ചിട്ട്, ഇപ്പോൾ പാർട്ടിക്ക് വലിയ പാർട്ടി മെമ്പർമാരൊന്നും എല്ലാത്തരം വിളിച്ച് എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിലെ നിയോ ലിബറൽ പിന്നെ സമ്പ്രദായങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇന്ന് ഈ നിയോ ലിബറൽ അല്ലാത്ത CPMൻ്റെ ഉന്നത ഭാഗത്തുള്ള നേതാക്കൾ ആരാണ്, ഈ നിയോ ലിബറലിസത്തിനെയും ഈ നേതാക്കളെയും തമ്മിൽ വേർതിരിച്ച് കാണുന്നതാണോ, അവർ തമ്മിൽ കാണുന്ന വേർതിരിവാണോ ഈ നിയോ ലിബറലിസം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത് അവ്യക്തമാണ്. ഇങ്ങനെ ഒന്നാമത്തെ കാര്യം CPMനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വ്യക്തതയില്ലായ്മയാണ്. ഒരു ലളിതമായ കാര്യം അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സങ്കീർണമാക്കിയായിരിക്കും അവതരിപ്പിക്കുക. പിന്നീട് അതേപോലെ തന്നെ ഒരു ഭാഗത്ത് പറയുന്നു ഈ പാർട്ടിയുടെ നയങ്ങളും അതേപോലുള്ള പാർട്ടിയുടെ രാഷ്ട്രീയവും പറയാനായിട്ട് പറ്റിയ നേതാക്കന്മാരുടെ നിരയില്ലാണ്ടായിപ്പോൾ. എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ ശ്രീ പിയേഴ്സൺ പറഞ്ഞതുപോലെ ഇപ്പം ഈ മധുരം പോയ പഞ്ചസാര പോലെയായത്. ആ വെള്ളം മാത്രമേ ഉള്ളൂ. ഇപ്പം പഞ്ചസാര, ആ മധുരം എന്നുള്ള സാധനം അതിനകത്ത് ഇല്ലാത്തൊരവസ്ഥയെത്തി. അതാണ് നമ്മൾ ഈ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇതിനകത്തും തോന്നുന്നത്. വ്യക്തമായിട്ട് അല്ലെങ്കിൽ എന്ത് തെറ്റുപറ്റിയെന്ന് പോലും വ്യക്തമായിട്ട് പറയുന്നത്, അത് ഒളിഞ്ഞും വളഞ്ഞും ഒക്കെയാണ് പറയുന്നത്. അതല്ലെങ്കിൽ പറയണം മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റി, സംസ്ഥാന സെക്രട്ടറിക്ക് തെറ്റുപറ്റി, അത് ഇന്നതാണ് തെറ്റ്, എങ്കിൽ മാത്രമല്ല തിരുത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ ആ തെറ്റിനെ ആ തെറ്റിൻ്റെ ആവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഗോവിന്ദൻ മാസ്റ്ററുടെ ആ പ്രതികരണം പോലും
അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ആ തെറ്റിൻ്റെ ഒരു 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 സ്റ്റെപ്പ് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ പാർട്ടിയിൽ തിരുത്തപ്പെടുക, ഈ തിരുത്തൽ ഉണ്ടാവുക എന്ന് നമുക്ക് വിശ്വസിക്കാൻ ശരി, എന്ത് തിരുത്തലാണ് ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായ കാര്യമാണ്. എന്തായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്, പാർട്ടിയുടെ രാഷ്ട്രീയ നയങ്ങൾ, കാഴ്ചപ്പാടുകൾ ജനങ്ങളോട് വിശദീകരിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഈ പാർട്ടിയിൽ ഇല്ല എന്ന് 10 വർഷം ഭരിച്ചതിന് ശേഷം CPM പറയുകയാണ്. അതിലെനിക്ക് ഒരു ടെലിവിഷൻ ആങ്കർ എന്നുള്ള നിലയിൽ ആശ്വാസം തോന്നിയ കാര്യം, യങ് കേഡേഴ്സിനെ ടെലിവിഷൻ ഡിബേറ്റുകളിൽ അടക്കം വളരെ എഫക്റ്റീവായി ഇടപെടുന്നതിന് ട്രെയിൻ ചെയ്യിക്കും, അത് ഉടൻ തന്നെ ആരംഭിക്കും എന്ന് പറഞ്ഞതിലാണ്. കൂടുതൽ പാനലിസ്റ്റുകൾ നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ, അത്രയും ആശ്വാസം.